ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണ്. നമുക്ക് ഈ ഇല കൊണ്ട് പരിപ്പും വെക്കാം. ഞാനിന്നിവിടെ തോരനാണ് വെക്കുന്നത്. അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യമേ ഇത് നന്നായി കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്ക് തുവരപ്പരിപ്പ് വേവിക്കാൻ വെക്കാം. ഇതിനകത്ത് തുവരപ്പരിപ്പും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ചരുവത്തിനകത്തിട്ടാണ് ഇത് വേവിക്കാൻ വെക്കുന്നത്. കട്ടി കുറഞ്ഞ തുവരപ്പരിപ്പ് ആയതുകൊണ്ടാണ് ചരുവത്തിനകത്തിട്ട് വെക്കുന്നത്. ഒരു പിടി തുവരപ്പരിപ്പാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കുക്കറിനകത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാടങ്ങ് വെന്തു പോവും. കട്ടി കൂടിയ തുവരപ്പരിപ്പാണെങ്കിൽ നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു വിസിൽ അടിക്കാം. തുവരപ്പരിപ്പ് വേവിച്ചതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകിട്ടതിന് ശേഷം വറ്റൽമുളക് ഇടുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഇല ഇട്ട് കൊടുക്കുമ്പം ഒരുപാട് കാണും, പക്ഷേ വെന്ത് കഴിയുമ്പം കുറച്ചേ കാണത്തുള്ളൂ. അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, ഒരുപാട് വെള്ളം ഇറങ്ങും. പിന്നെ ആ വെള്ളം കളയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരു ശകലം പോലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ ഇല ഇട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. എന്നിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് വേവാൻ നല്ല രീതിയിൽ ഇളക്കി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേവാൻ വെക്കുക. നമുക്കിത് മൂടി വെക്കാം. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു 4 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, പിന്നെ 1/4 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. ഇപ്പം തന്നെ നോക്കിക്കേ, ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റിക്കളഞ്ഞതാണ്. ഇതിലേക്ക് ഇനിയും തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട സമയത്ത് ഒരുപാട് ഇല ഉണ്ടായിരുന്നു, ഒരു പാത്രം നിറയെ ഇലയായിരുന്നു. ഇപ്പം വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇല ഉള്ളൂ. ഇതിലേക്ക് വേവിച്ചെടുത്ത തുവരപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇല വേവാൻ വെക്കുമ്പോൾ വെള്ളം ഒരു ശകലം പോലും ഒഴിക്കരുത്. എനിക്കിത് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ വെള്ളം ഒഴിച്ചില്ല, എന്നിട്ട് പോലും വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറേ വെള്ളം കളഞ്ഞതാണ്. നന്നായി ഇത് അരപ്പ് എടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക.
അങ്ങനെ പാലക്ക് തോരൻ റെഡി.